ചില ബന്ധങ്ങൾക്ക് വിലയിടാൻ നമുക്ക് കഴിയില്ല. അയാൾ നമ്മുടെ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയില്ല. ഒന്നു മാത്രം അറിയാം, അയാൾ നമ്മുടെ എല്ലാമാണെന്ന്. എന്നാൽ ഒരിക്കൽ പോലും നമുക്കത് അയാളോട് പറയാൻ കഴിയില്ല, നീ എൻ്റെ എല്ലാമാണെന്ന്. അത് അയാളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടം അയാൾക്ക് നമ്മളോട് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. നമുക്കവരോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ പോലും ആകില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടിയല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് താങ്ങാൻ കഴിയില്ല എന്ന് നമ്മൾ ഭയപ്പെടുന്നു. അവർ നൽകുന്ന കൊച്ചു ഉപഹാരങ്ങൾ പോലും നമ്മളെ ആനന്ദിപ്പിക്കുന്നു. എന്നാൽ എന്തെങ്കിലും ആവശ്യപ്പെടാൻ നമ്മൾ ഭയപ്പെടുന്നു. ഒരു തരത്തിലും ഒരനിഷ്ടം ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവരുടെ ചെറിയൊരു മൗനം പോലും നമ്മെ ഭയപ്പെടുത്തുന്നു. അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമോ എന്ന് നമ്മൾ ഭയക്കുന്നു. അവർക്ക് നമ്മളെ കൂടാതെ മറ്റൊരു സുഹൃത്തുണ്ടെന്നുള്ളത് നമ്മളെ അലോസരപ്പെടുത്തുന്നു. അവർ എന്നും നമ്മളുടേത് മാത്രമായിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതെ, പ്രണയമായാലും സൗഹൃദമായാലും ജീവിത പങ്കാളിയായാലും ജീവിതത്തിൽ മറ്റൊരാൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നത് താങ്ങാൻ കഴിയില്ല. അതിന് സംശയമെന്ന് നിസ്സാരമായി മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷേ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദന അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ചിരിക്കുന്ന മുഖങ്ങൾക്കുള്ളിൽ വലിയ ദുഃഖമുണ്ടാകും. അപരിചിതരായവരുടെ മുമ്പിൽ സൗഹൃദം തേടി നടക്കുന്നവരുടെ ഉള്ളിൽ ഒരാഗ്രഹം മാത്രം, തൻ്റെ ഉള്ളിലെ കനത്ത ഭാരം ഇറക്കി വെക്കണം. എന്നാൽ അത്തരത്തിൽ ഒരാളെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷം പങ്കിടുക എന്നതാണ്. അപരൻ്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും മടുപ്പാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ഉള്ളിലെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ഇടപഴകുന്നു. ആരോടും ഒന്നും പങ്കുവെക്കാനാകാതെ അവൻ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ മാത്രം എല്ലാവരും പറയും, അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അവൻ എന്നോട് മനസ്സു തുറന്നുവെങ്കിൽ അവനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ലായിരുന്നു. മരിക്കാതെ മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ കൂടെയുണ്ട്. അവരെ മനസ്സിലാക്കാൻ, കൂടെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. ഒരു സർക്കസ് കൂടാരത്തിൽ 2 സിംഹങ്ങൾ ഉണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായം മുതൽ ആ സിംഹങ്ങൾ വളർന്നത് ആ കൂടാരത്തിലായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ചും കാണികളെ രസിപ്പിച്ചും കഴിഞ്ഞിരുന്ന സിംഹങ്ങൾ പ്രായമായപ്പോൾ പഴയ പോലെ അഭ്യാസങ്ങൾ കാണിക്കാൻ കഴിയാതെ കൂടാരത്തിന് ഒരു ഭാരമായി വന്നു. അവർ ഇവയെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവയുടെ ജഡം കാട്ടിൽ കണ്ടെത്തിയത്രേ. പട്ടിണിയായിരുന്നു മരണകാരണം. ജീവിതം മുഴുവൻ സമയത്തിന് ഭക്ഷണം ലഭിച്ച് ശീലിച്ച അവയ്ക്ക് ഇരകളെ പിടിച്ച് ശീലമുണ്ടായിരുന്നില്ല. തങ്ങളെക്കാൾ ശക്തി കുറഞ്ഞ പല മൃഗങ്ങളുടെയും സ്വന്തം വർഗത്തിൽപ്പെട്ട മറ്റു സിംഹങ്ങളുടെയും ആക്രമണത്തിന് വിധേയമായപ്പോൾ അവയെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയാതെ പോയി. കാരണം അവയ്ക്ക് അതൊന്നും ശീലമുണ്ടായിരുന്നില്ല. അല്പം അഭ്യാസങ്ങളും പിന്നെ സമയത്തിന് ഭക്ഷണവും പരിചരണവും ജീവിതം മുഴുക്കെ ലഭിച്ച് ശീലിച്ച അവയ്ക്ക് ആ കാട് ഒരു പുതിയ ലോകമായിരുന്നു. അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ പോയതിനാൽ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഇത് കേവലം ഒരു കഥ മാത്രമായിരിക്കാമെങ്കിലും അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ജീവിതത്തിൽ ഒരു പ്രയാസവും അനുഭവിക്കാത്ത കുട്ടികൾ ഒരു നിമിഷം അതനുഭവിക്കേണ്ടി വരുമ്പോൾ അവയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നു. ചില സാഹചര്യങ്ങളിൽ ഒരു ചെറിയ കാര്യം മാതാപിതാക്കൾ നിഷേധിക്കുമ്പോഴേക്കും കയറെടുക്കുന്ന കുട്ടികളെക്കുറിച്ച് നാം പലപ്പോഴും വായിക്കുന്നതാണ്. സമൂഹത്തിനിടയിൽ ഇടപഴകി അവർക്കിടയിൽ ജീവിക്കുമ്പോൾ മാത്രമേ പലതും പഠിക്കാൻ കഴിയൂ. തൻ്റെ സമൂഹത്തിലെ പലരുടെയും കഷ്ടപ്പാടും പട്ടിണിയും കണ്ടു വളരുന്ന കുട്ടിക്ക് ഒരു നേരം ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ അതൊരു കഷ്ടപ്പാടായി തോന്നുകയില്ല. നാം അറിയുന്ന പല മഹാന്മാരും നന്നേ കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് വളർന്നവരാണ് ജീവിതത്തിൽ പലപ്പോഴും വിജയിച്ചിട്ടുള്ളത്. ആദ്യം തിരിച്ചറിയേണ്ട തത്വം എല്ലാവരിലും അന്തർലീനമായിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ പൊതു സ്വഭാവമാണ്. നാം ഏവരും സദാ കാംക്ഷിക്കുന്നത് സുഖവും സ്വാസ്ഥ്യവുമാണ്. അതുപോലെ ഏവരും ഒഴിവാക്കാൻ വെമ്പുന്നവയാണ് ദുഃഖവും വേദനയും.
രണ്ടാമതായി തിരിച്ചറിയേണ്ട തത്വം മനുഷ്യന്റെ നിലനിൽപ്പിന്, പ്രത്യേകിച്ചും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള ജൈവപരമായ നിലനിൽപ്പിന് പരസ്പരാശ്രയത്വം എത്രത്തോളം അത്യന്താപേക്ഷികമാണ് എന്നതാണ്. ഈ രണ്ട് അടിസ്ഥാന തത്വങ്ങളിൽ മനസ്സിരുത്തിയാൽ നമ്മുടെ ക്ഷേമവും മറ്റുള്ളവരുടെ ക്ഷേമവും വേർപിരിക്കാൻ കഴിയാത്തവണ്ണം എത്രമാത്രം പരസ്പര ബന്ധിതമായ പ്രതിഭാസങ്ങളാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ സത്യം നാം തിരിച്ചറിഞ്ഞാൽ അപരന്റെ ക്ഷേമത്തിലുള്ള താൽപ്പര്യം നമ്മിൽ ഉയർന്നുവരും. ശരിയായ രീതിയിലെ സദാചാരബോധം ഉറപ്പിക്കാനും ആന്തരിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും ഈ തിരിച്ചറിവ് പര്യാപ്തമാണ്. ഇത്തരം മൂല്യങ്ങൾ ഉറയ്ക്കുമ്പോഴാണ് നമ്മളും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിന്റെ ആഴം നമുക്ക് ഗോചരമാകുന്നത്. ഇടുങ്ങിയ സ്വാർത്ഥ ചിന്തകൾക്കപ്പുറത്തേക്ക് ഈ തരത്തിൽ വളരുമ്പോഴാണ് നാം ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും സംതൃപ്തിയും കണ്ടെത്തുക. അവിവാഹിതരോട് എനിക്ക് എന്നും ബഹുമാനമാണ്. അവർ വിവാഹം വേണ്ടെന്ന് വെക്കുന്നത് സ്വന്തമായി വരുമാനമോ ജോലിയോ ഇല്ലാത്തതുകൊണ്ടാകില്ല. അവർക്ക് പങ്കാളിയെ ലഭിക്കാത്തത് കൊണ്ടുമാകില്ല. വിവാഹം എന്ന് പറയുന്നത് ഒരു തമാശക്കളിയല്ല. അതൊരു ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രാപ്തനാണെങ്കിൽ മാത്രമേ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാവൂ. ശാരീരിക വളർച്ച എത്തിയതുകൊണ്ടോ സാമ്പത്തിക ഭദ്രത ഉണ്ടായതുകൊണ്ടോ മാത്രം ഒരാൾ വിവാഹിതനാവാൻ യോഗ്യത നേടുന്നില്ല. അതിന് മാനസികമായി പാകപ്പെടേണ്ടത് കൂടിയുണ്ട്. ഒരാളെ കണ്ടെത്തി പങ്കാളിയാക്കിയ ശേഷം അവരുടെ ന്യൂനതകൾ കണ്ടെത്തി വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗവും നമുക്ക് ചുറ്റിലും. വ്യത്യസ്തമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന രണ്ടുപേർ തമ്മിൽ ഒന്നിക്കുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ കൂടി മനസ്സ് പാകപ്പെടണം. വിവാഹം എന്ന് പറയുന്നത് ബഡ് ചെയ്ത മരത്തെ പോലെയാണ്. ഒന്നിനെ മറ്റൊന്നിലേക്ക് ലയിപ്പിക്കുകയാണ്. പിന്നീട് അവരുടെ വളർച്ച ഒന്നിച്ചാണ്. ബഡ് ചെയ്ത മരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താഴെയുള്ള ഭാഗത്തുനിന്ന് ഒരിക്കലും ശിഖരങ്ങൾ പൊട്ടിമുളക്കുവാൻ അനുവദിക്കാറില്ല. അതുപോലെ തന്നെ മുകളിൽ നിന്ന് വേരുകൾ താഴോട്ടിറങ്ങുവാനും അനുവദിക്കാറില്ല. ഒന്ന് മറ്റൊന്നിലൂടെ ലയിച്ച് അവ പൂർണ്ണതയിലെത്തി പുഷ്പിക്കുന്നു, കായ്ക്കുന്നു. വിവാഹ ജീവിതവും അതുപോലെയാണ്. അവിടെ ഞാൻ എന്ന അഹന്തയുടെ വേരുകളും ശിഖരങ്ങളും വളരാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം പരാജയപ്പെട്ടു പോകുന്നത്. നാം ഒന്നാണ് എന്ന് ചിന്തിച്ച് നമ്മിൽ വളരുന്ന അഹന്തയുടെ ശിഖരങ്ങളും വേരുകളും മുറിച്ചു മാറ്റി മുമ്പോട്ട് പോയാൽ മാത്രമേ ജീവിതം സന്തോഷകരമാകൂ. അതിന് നമ്മൾ പ്രാപ്തരെങ്കിൽ മാത്രം വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുക. ഒരു പരീക്ഷണം നടത്തി മറ്റൊരാളുടെ ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത്.